ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാം 30 രൂപ, 25 രൂപ, 20 രൂപ ചെടികൾ മാത്രമാണ്. 30 രൂപ കൂടിയ ഒരു ചെടികളും തന്നെ ഇന്നത്തെ സെയിലിനില്ല. അപ്പോൾ എല്ലാവർക്കും വേണമെന്നുള്ളവർ എൻ്റെ ചെടികൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. DTDC വഴിയാണ് ചെടികളെല്ലാം അയക്കുന്നത്. ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ള കലാത്തിയ ചെടികളൊക്കെ. കലാത്തിയയിൽ പൂക്കൾ വരുന്നത് കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയുള്ള പൂക്കളാണ് കലാത്തിയയിൽ വരുന്നത്. എൻ്റെ ഈ കലാത്തിയയിൽ വന്ന പൂക്കളാണ്. ചില കലാത്തികളിലെല്ലാം നല്ല പൂക്കൾ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം ഏതാണ് സെയിലിനുള്ള ചെടികളെന്ന് നോക്കാം. ഓക്കെ, ഇതാ ഈ പോത്തോസാണ്. ഇത് ഒരു തൈ 30 രൂപയാണ്. നല്ല വലിയ പോത്തോസാണ്. ഒരു ചട്ടിയിൽ ഒരു തൈ വീതമാണുള്ളത്. ഇതാണ് സൈസ്. 4-5 തൈകൾ മാത്രമേ ഉള്ളൂ. ഇതാ ഇതിന് 20 രൂപയാണ്. ഈ ചെടി ഒരെണ്ണം 20 രൂപയാണ്. ഇത് എപ്പീഷ്യയാണ്. പിങ്ക് പൂക്കൾ വിരിയുന്നതാണ്. ഒരു കവറിൽ 3 തൈയൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയ കവറാണ് എടുത്തത്. പിങ്ക് പൂക്കളാണ്. 30 രൂപയാണ്. 3 തൈയൊക്കെ കാണും ഒരു കവറിൽ. ഇത് റെഡ് എപ്പീഷ്യയാണ്. ഇതിൻ്റെ 3 തൈ 30 രൂപയാണ്. ഇതിലിപ്പോൾ ഈ കവറിൽ ഒരു തൈ മാത്രമേ ഉള്ളൂ. 3 തൈ 30 രൂപ. പിന്നെ ഒരു തൈയായിട്ട് വേണമെന്നുള്ളവർക്ക് 10 രൂപയ്ക്ക് കൊടുക്കും. പക്ഷേ ഇത് 3 തൈ വാങ്ങിക്കുമ്പം ബുഷിയായിട്ട് നിൽക്കും. ഓക്കെ, 30 രൂപയാണ് 3 തൈക്ക്. ഇതിൻ്റെ പിങ്കും 30 രൂപയാണ്. അതാണ്ട് ഈ പ്ലാന്റിന് 10 രൂപയാണ് ഒരു പ്ലാന്റ്. വലിയ പ്ലാന്റാണ്. ഇതാ ഈ ലക്കി ബാമ്പു ആണ്. നല്ല യെല്ലോ കളറും ഗ്രീനും കൂടെ ചേർന്നതാണ്. 10 രൂപയാണ് ഒരു തൈക്ക്. മണ്ണിൽ പൊടിപ്പിച്ചെടുത്തതാണ്. ഇത് ആമസോൺ ബ്ലൂ ആണ്. ഇതിന് 25 രൂപയാണ് ഒരു തൈക്ക്. ഇതാണ് സൈസ്. ചെറിയ തൈയാണ്, പക്ഷേ എല്ലാത്തിനും പൂക്കളുണ്ട്. പൂക്കൾ അവിടെ വരുമ്പോൾ കൊഴിഞ്ഞു പോവും. ഇതാണ് എന്നും പൂക്കൾ വരുന്നതാണ്. ഇത് മഴയായാലും വെയിലായാലും എന്നും പൂക്കൾ കാണാം. പ്രൂൺ ചെയ്തൊക്കെ നിർത്തി കൊടുത്താൽ ബുഷിയായിട്ട് നിൽക്കുന്ന ചെടിയാണ്. 25 രൂപയാണ് ഒരു തൈക്ക്. അടുത്തത് അലമാണ്ടയാണ്. ഇതുപോലെ നല്ല മഞ്ഞ പൂക്കൾ പൂക്കുന്നതാണ്. ഇതിപ്പം 3 തൈയാണ് ഇതിനകത്തുള്ളത്. ഒരു തൈക്ക് 25 രൂപയാണ്. ഇത്രയുള്ള ചെറിയ തൈകളാണ്. ചിലതിലൊക്കെ പൂവുണ്ട്, എല്ലാത്തിനും പൂക്കളില്ല. കുറച്ചൊക്കെ നീളമുള്ള ചെടികളാണ്. ഇത്രയും കുറച്ചുകൂടെയൊക്കെ നല്ല നീളമുണ്ട്. അത് കട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. വീണ്ടു പോയതാണ്. അത് കട്ട് ചെയ്ത് നിർത്തുമ്പോൾ ഇതുപോലെ ബുഷിയായിട്ട് പൂക്കും. ഇത് കട്ട് ചെയ്ത് നിർത്തിയപ്പോഴാണ് ഇതിൽ പൂക്കൾ വന്നത്. ഇതാണ് ചെടി. 25 രൂപയാണ്. മണിമുല്ലയുടെ പ്ലാന്റ് ഇതാണ് സൈസ്. ഇത് 2 പ്ലാന്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്ലാന്റാണ് 30 രൂപയ്ക്ക്. അപ്പോൾ ഇതുപോലെ വള്ളിയൊക്കെ വീശിന്. ഇപ്പോൾ ഈ നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ നിറയെ പൂക്കൾ വരുന്ന ഇതങ്ങോട്ട് വലിയൊരു ഗ്രോ ബാഗിൽ എന്തെങ്കിലും നട്ടുകൊടുത്താൽ മതി. വലിയ ചട്ടിയിലാണ് നിറയെ പൂക്കൾ വരും. ഇത്രയും വലുപ്പമുള്ള ചെടിയാണ്. ഒരെണ്ണം 30 രൂപയാണ്. ഇതാണ് ചെടി. തൈ മെക്സിക്കൻ പെറ്റൂണി 30 രൂപയാണ്. ചെറിയ തൈയാണെങ്കിൽ 2 എണ്ണം 30 രൂപയാണ്. വലുതാണെങ്കിൽ ഒരെണ്ണം 30 രൂപയാണ്. ഇത് വലിയ തൈയാണ്. ഇത് 30 രൂപ ഒരെണ്ണം. ഇത് ചെറിയ തൈയാണ്. ഇത് സൈസാണെങ്കിൽ 2 എണ്ണം 30 രൂപയാണ്. ഇതുപോലെ ബൊക്ക കണക്ക് പൂക്കൾ വരുന്നതിന് നിറയെ ഏത് സമയത്തും. ഇതിന് സമയമൊന്നുമില്ല. മഴക്കാലമായാലും വെയിലുള്ള സമയമായാലും എല്ലാം നിറച്ച് പൂക്കൾ വരും. ഈ ഹൈഡ്രാഞ്ചി 30 രൂപയാണ്. ഇത്രയും വലിയ തൈകളാണ്. 30 രൂപയാണ് ഹൈഡ്രാഞ്ചി. ഇത് പിങ്ക് കളറാണ്. ഇതാണ് സൈസ്. 30 രൂപയാണ്. ഈ ഓർക്കിഡ് ഒരു തൈ 30 രൂപയാണ്. ഇതിൻ്റെ ഒരു തൈ 30 രൂപയാണ്. ഇതുപോലെ കൊല കുത്തി നിറയെ പൂക്കളുണ്ടാകുന്നതാണ് കേട്ടോ. ഇത് ഒരു ഓർക്കിഡാണ്. വലിയ തൈയാണ് കേട്ടോ. ചെറുതായാലും വലുതായാലും 30 രൂപയാണ്. ഒരു വെള്ള പൂക്കൾ കൊല കണക്ക് വരുന്ന ഒരു സൈസ് ഓർക്കിഡാണ്. ഒരു കൊല കണക്കാണ് പൂക്കൾ വരുന്നത്. എന്നിട്ട് വെള്ളപ്പൂക്കളായിരിക്കും. 30 രൂപയാണ് ഒരെണ്ണം.
ഈ കൂഫിയുടെ 2 തൈ 30 രൂപയാണ്. 2 തൈ 30 രൂപ കൂഫിയുടെ വലിയ തൈ ആയിരിക്കും. ഇത് ഫൈഡർ പ്ലാന്റാണ്. ഇത്രയും വലിയ പോട്ട് ഇതുപോലെ ബുഷി പോട്ടിന് 30 രൂപയാണ്. ഈ ചൈനീസ് വത്സത്തിൻ്റെ വയലറ്റ് കളറ്, വയലറ്റ് അല്ല ഒരു മജന്ത കളറാണ്, കടും മജന്ത. ഇതിന് 30 രൂപയ്ക്ക് 2 കട്ടിങ്സാണ്. ഈ പിങ്ക് ഡിസൈനുള്ള ഈ ചൈനീസ് വത്സത്തിന് 2 കട്ടിങ്സ് 30 രൂപയാണ്. വലിയ കട്ടിങ്സ് ആയിരിക്കും 2 എണ്ണം. ഒരു കട്ടിങ്സ് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ട്. ഇതുണ്ട്. ഇത് അച്ചുബൻസ് പ്ലാന്റാണ്. ഇതിൻ്റെ 2 തൈയാണ് 30 രൂപയ്ക്ക്. വയലറ്റ് കളറാണ്. ഇത് 2 തൈയാണ്. 2 തൈ 30 രൂപയാണ്. അച്ചുബൻസ് പ്ലാന്റ്. അടുത്തത് ഗ്യാസ് ഗ്ലോ ആണ്. ഇതാണ്ട ഇതുപോലെ വള്ളിയൊക്കെ വീശിയതാ. ഇതുപോലെ നീളത്തിന് വള്ളിയൊക്കെ വീശി വന്നതാണ്. ഇതുപോലെ നീളത്തിന് വള്ളിയൊക്കെ വീശിയ ചെടിയാണ്. ഇതിന് 2 ചെടിയാണ് ഓരോ ചട്ടിയിലിരിക്കുന്നത്. ഇതിന് ഒരു തൈക്ക് 30 രൂപയാണ്. അത് നിറയെ മഞ്ഞ പൂക്കൾ, ഇല പോലും അറിയാതെ പൂക്കുന്നതാണ്. ഇലയോ തണ്ടോ ഒന്നും അറിയത്തില്ല. പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിറച്ച് പൂക്കൾ, മഞ്ഞ പൂക്കളായിട്ട് കിടക്കുന്നതാണ്. ഇതാണ് ഗ്യാസ് ഗ്ലോ. ഇത് ബാമ്പു ഓർക്കിഡാണ്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചേക്കാം. പൂവിൻ്റെ പടം കാണിച്ചേക്കാം. ഇതിൻ്റെ ഒരു തൈ 30 രൂപയാണ്. ഇതുപോലെയാണ്. ഇത് 3-4 തൈ ഉണ്ട്. ഇതിൻ്റെ ഒരു തൈ 30 രൂപയാണ്. ഇത് ഒരു തൈ 30 രൂപയാണ്. നല്ല ഭംഗിയുള്ളൊരു ബാമ്പു ആണ്. 30 രൂപയാണ് ഇതിൻ്റെ ഒരു തൈ. ഈ അഗ്ലോണിമയുടെ ഒരു തൈ 30 രൂപയാണ്. ഇതാണ് നല്ല നല്ല ഭംഗിയുള്ള തൈകളാണ്. 30 രൂപയാണ് ഒരു തൈ. ചെറിയ തൈയാണ്. ഇതിൻ്റെ ചെറിയ തൈ 30 രൂപയാണ്. ഇത് വലുത് ഞാൻ 60 രൂപയ്ക്കാണ് കൊടുത്തത് കേട്ടോ. ഇതാണ് ചെടി, 30 രൂപയാണ്. ഈ വയലറ്റ് അടുക്ക് ശംഖുപുഷ്പം. ഇതാണ് പൂക്കൾ കണ്ട. 30 രൂപയാണ് ഒരു തൈ. അടുക്ക് ശംഖുപുഷ്പം ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ബുഷിയായിട്ട് നിർത്താൻ. ഇതുപോലെ പടർത്തിയും ഇടാം. ഇത് ഞാൻ വീട്ടിൻ്റെ ഇതിലോട്ട് പടർത്തി ഇട്ടിരിക്കുന്നതാണ്, ഷെയ്ഡിലോട്ട്. ഇത് ചൈനീസ് റോസാണ്. ഇതിൻ്റെ വലിയ തൈയാണ്. 30 രൂപയാണ് ഒരു തൈക്ക്. വലിയ തൈയാണ്. പൂക്കളൊക്കെ വന്നത് തന്നെ. ഇതൊക്കെ തന്നെയാണ് തൈകൾ. പൂക്കളും മുട്ടുകളും ഒക്കെ വന്ന തൈകൾ തന്നെയാണ്. 30 രൂപയാണ്. ഇത് റെയിൻ ലില്ലിയാണ്. പിങ്ക് കളറാണ്. 6 തൈ 30 രൂപയാണ്. ഒരു തൈ 5 രൂപ വില വെച്ച് 6 തൈയാണ് 30 രൂപയ്ക്ക്. അടുത്ത തൈ ഫിലോഡെൻഡ്രോണാണ്. ഇത് 30 രൂപയാണ്. ഇത്രയും ബുഷിയായ വലിയ ചെടിയാണ്. 30 രൂപയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.